ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു സുധേ. രേഷ്മ ചേച്ചി, വെളുപ്പാങ്കാലത്തൊന്നും ഉറക്കമില്ലയോ ഇപ്പോ? ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ കിടക്കുവാണോ? അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടന്ന് ഭ്രാന്ത് പിടിക്കുമ്പോഴാണോ നേരെ ഫോണും എടുത്ത് വന്നിരുന്ന് ആരെങ്കിലും ഒക്കെ രണ്ട് തെറിയൊക്കെ പറയുന്നത്? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടോ അത്? ആ വീഡിയോയിലും മറ്റവള് നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, എടി എടി പോടി എടി പോടി. ആരെന്താന്ന് വെച്ചാ പറയട്ടെ രേണു സുധി, നിങ്ങൾ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യാനിരിക്കുന്നേ? നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മകൻ നടത്തിയ പരാമർശങ്ങൾ, നിങ്ങൾ അതിന് മറുപടി കൊടുക്ക്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങളെ സ്നേഹിച്ച ആളുകൾ വീണ്ടും നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അത് അത്രേ ഉള്ളൂ. നിങ്ങളുടെ മകൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആൻസർ അത് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമകളെ കൊണ്ട് കൊടുപ്പിക്കുക. ഇവിടെ അതൊന്നും അല്ല നടക്കുന്നത്. അല്ല, അവൾ അങ്ങനെ പറഞ്ഞു, എടിപ്പോടി എടിപ്പോടി, അവൻ അങ്ങനെ പറഞ്ഞു, എടാ പോടാ പോടാ പോടാ. എന്ത് കാര്യത്തിന്? നിങ്ങൾ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നല്ലോ, ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ വന്നിരുന്ന് ഈ മോങ്ങുന്നത്? അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. സ്വന്തം മോൻ പറഞ്ഞത് അത് നാട്ടുകാരെല്ലാവരും കേട്ടതല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ? അതിനുള്ള മറുപടി കൊടുത്താൽ മതി രേണു, അവിടെ തീർന്നു. പിടികിട്ടിയോ? പിന്നെ ഒരു കാര്യം, ഡിസ്ക്ലൈമറാ. രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രമേ വീഡിയോ കാണാനിരുന്നാൽ മതിയേ, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോ. കാരണം ഞാൻ ആരും നിർബന്ധിക്കില്ല. കാരണം ഈ 2-3 ദിവസമായിട്ട് എനിക്കും അറിയാം, ഈ രേണു സുധി മാത്രമാണ് നമ്മുടെ കണ്ടന്റ്. വേറെ കണ്ടന്റിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്ത എന്തായിട്ടെങ്കിലും വരും രേണു സുധിയോ രേണു സുധിയുടെ അടിമകളോ. നമ്മുടെ ഇലക്ഷൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വേറൊരു സാധനം നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിന്റെ, അങ്ങോട്ടേക്കൊന്നും പോയി ഒന്ന് ഡീറ്റെയിൽ എടുക്കാൻ സമയം കിട്ടുന്നില്ലടേ. അതിനു മുമ്പേ ഇറങ്ങും രേണു ചേച്ചി. എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ കണക്ക് രേണു ചേച്ചിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. രേണു ചേച്ചിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചേച്ചിയുടെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണാനിരുന്നാൽ മതി. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ ഈ ചാനലിൽ വിലയുണ്ട്, അതുകൊണ്ട് കമന്റ് ബോക്സ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം ധൈര്യത്തോടെ അങ്ങോട്ട് പറഞ്ഞു, തെറിയൊന്നും പറയണ്ട കേട്ടോ, മാന്യമായിട്ടുള്ള. പിന്നെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് കാണാൻ സാധിച്ചാൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്കത് ഈ വീഡിയോ വെളുപ്പാങ്കാലത്ത് ചുന്ദരിയായിട്ടിരുന്ന് രേണു ചേച്ചി ഇട്ടിരിക്കുന്ന ആ വീഡിയോ നമുക്ക് അത് കാണാം. ഇതൊന്നും അല്ല, വേറെ പല സാധനങ്ങളുണ്ട്. ചേച്ചിയെ വെളുപ്പിക്കാനും ഒരു ബോധവും ഇല്ലാതെ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടേ. ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. അവർ തന്നെ പറയുന്നു റീച്ചിന് വേണ്ടി കുറെ ആളുകൾ ചെയ്യുന്ന പരിപാടിയാണെന്ന്. എന്നിട്ട് ആ വന്നിരിക്കുന്നവരും ചെയ്യുന്നത് സെയിം കോണ്ടന്റ്. നമുക്കിത് ഈ സാധനം ചേച്ചി പറയുന്നതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലേ? അതിന്റെ ആവശ്യമില്ലെന്നോ? ചേച്ചി കുറച്ചൊന്ന് ബാക്കിലോട്ട് നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനും ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വീട് ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ അതിന്റെ അവിടെ ചോർച്ച ഇവിടെ ചോർച്ച എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി കളി തുടങ്ങിയ ഒരു വ്യക്തിയാണ് രേണു സുധി അല്ലേ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ചായി ആ പരിപാടി നടന്നിട്ട്. അവിടുന്ന് തുടങ്ങിയതാണ് രേണുവിന്റെ നെഗറ്റീവ് റീച്ച്. നിങ്ങൾ മറന്നു കാണുമായിരിക്കും, അതാണ് ഞാൻ അത് തന്നെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു വെച്ചേക്കാന്ന് വിചാരിച്ചത്. അവിടുന്ന് കളി തുടങ്ങിയതാണ്. പിടികിട്ടിയോ? പിന്നെ ബിഗ് ബോസിൽ പോയി തിരിച്ചിറങ്ങി, അതിനുശേഷം വലിയ റീച്ച് കുറഞ്ഞു. പോസിറ്റീവായി കഴിഞ്ഞപ്പോഴത്തേക്ക് റീച്ച് കുറഞ്ഞു എന്ന് കണ്ട ഉടനെ പിന്നെ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ മീഡിയക്കാരെ വിളിക്കും, അവരോടും ഇവരോടും ഒക്കെ കാട്ടവരാതം, അങ്ങനെ തന്നെ പറയണം. ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് പിന്നെ അതേ പിടിച്ച് നമ്മൾ ആരെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ അത് പിന്നെ പ്രശ്നം. ഇവര് തന്നെയാണ് ഇവരുടെ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചത്. ഇന്ന് എത്താൻ കാരണം ഇവരുടെ മകൻ പോലും, ഇവരുടെ മകൻ, സ്വന്തം മകൻ എന്ന് കൂടുതലൊന്നും പറയണ്ടല്ലോ, വേണ്ട, മകൻ അങ്ങനെ ഇരിക്കട്ടെ, മകൻ പോലും വന്ന് സോഷ്യൽ മീഡിയയിൽ ഈ കഥ പറഞ്ഞത്. മനസ്സിലായോ? ഇതിന്റെ എല്ലാം തുടക്കം രേണു സുധി തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ വീടിന്റെ ചോർച്ച ഉൾപ്പെടെ കാണിച്ച് സംസാരിച്ചത് ഞങ്ങളാണോ? രേണു സുധി?
ബാക്കി ഒരു കാര്യം, സ്ക്രീൻഷോട്ടിന്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത്, ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിന്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതുപോലെ എൻ്റെ അപ്പൻ സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. ഓപ്പറേഷൻ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിലായല്ലോ? മനസ്സിലാക്കാൻ ചേച്ചി, മനസ്സിലാക്കാം ചേച്ചി. ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചു നിങ്ങളുടെ മകൻ കൊല്ലം സുധിയുടെ മൂത്ത പുത്രൻ, അവൻ്റെ വീഡിയോയിൽ നിങ്ങൾ പൈസ തരുന്നില്ലെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പൈസ തരുന്നുണ്ടെന്നോ തരുന്നില്ലെന്നോ അങ്ങനത്തെ ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. അവൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ, മനസ്സിലായോ? ഒരു പുരുഷൻ അവനൊരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവന് ചില പ്രശ്നങ്ങൾ കാണും, മെൻ്റലി ഇഷ്യൂസ്. ഒരു എന്താണ് അവനായിട്ട് കുറേ പ്രശ്നങ്ങൾ കാണും. ഈ പ്രശ്നങ്ങളിലേക്ക് തുടക്കം ചിലപ്പോൾ അവൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നായിരിക്കും. കിച്ചുവിനുള്ള പ്രശ്നങ്ങളെല്ലാം അവൻ്റെ ചെറുപ്പത്തിൽ നിന്നുള്ളതാണ്. അതവൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് അവൻ ചെയ്തത്. അവിടെ പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, പൈസ തരുന്നില്ലേ, ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ നല്ലൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്കിതിപ്പോൾ പ്രശ്നം അങ്ങോട്ട് വഷളാക്കി അങ്ങോട്ട് കുഴച്ച് പറിച്ച് ചക്ക കുഴയ്ക്കുന്നതൊക്കെ കുഴയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യുന്നൊരു പരിപാടി, പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന്, ഇവരാകെ ചെയ്യേണ്ട കാര്യം കിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി, അവിടെ തീർന്നു. അതല്ല ഇവർ ചെയ്യേണ്ടത്. അതിനു പകരം ഷെഫീന ബീവി അങ്ങനെ പറഞ്ഞു, ഷെഫീന ബീവി ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് സ്ത്രീയെ ബാക്കിയുള്ളവരുടെ പുറകെ പോകുന്നത്? നിങ്ങളുടെ മകന്റെ പുറകെ പോകും, അവൻ പറഞ്ഞതിന് മറുപടി കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. അത് അവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചുമ്മാ കിടന്നോണ്ട് അവരുടെ വീഡിയോ കണ്ട് എന്തിന്? അതിന്റെ ആവശ്യം എന്ത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെഫീന ബീവി അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു. അവൾ ചിലപ്പോൾ കാശ് കൊടുക്കുന്നില്ലായിരിക്കും. അത് എനിക്ക് വേണ്ട, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ വീഡിയോകൾ ഇപ്പോൾ കാണാറില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പറയാത്തത്, നമുക്കറിയത്തില്ല. പക്ഷെ രേണു ഇവിടെ പറഞ്ഞ ആ ഒരു ഒറ്റ പോയിന്റിനോട് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. എന്തിനാണ് അവരിങ്ങനെ പറഞ്ഞു, മറ്റവരിങ്ങനെ പറഞ്ഞു, അവർക്കുള്ള റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഫോണിൽ വിളിച്ച് പറയൂ രേണു, നേരിട്ട് പോയി പറയൂ രേണു. നിങ്ങളുടെ മകൻ പറഞ്ഞത് ലക്ഷക്കണക്കിന് 10 ലക്ഷത്തിന് മേൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു ആ വീഡിയോ. അവൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും വൈഡായിട്ട് ആൾക്കാരിലേക്ക് എത്തിയ ആ വീഡിയോ, അതിനുള്ള മറുപടി വേണം രേണു കൊടുക്കാൻ. അതെന്തുകൊണ്ട് രേണു കൊടുക്കുന്നില്ല? കൊടുത്താൽ തന്നെ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചതിനെ പറ്റി മാത്രമേ ഉള്ളൂ പറയാൻ, രേണുവിനും രേണുവിൻ്റെ അടിമകൾക്കും. ബാക്കി കേൾക്കാം. ഇനി തങ്കൻ ചേട്ടനെ പറ്റിയാണ് പറയുന്നത്. തങ്കൻ ചേട്ടനെ പറ്റി എനിക്കറിയാൻ പാടില്ല, രേണു പറയുന്ന കേട്ടോ. അതുപോലെ ട്യൂബ് ഇട്ട് യൂറിൻ പോലും പോകാതെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബ് ഇട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാനൊന്നും നോക്കിയിട്ടില്ല. പപ്പ ഈ പൈസ ഒന്നും അടിച്ചു മാറ്റാൻ നോക്കിയിട്ടില്ല. പുള്ളി ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സത്യമായിരിക്കാം, നമുക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുന്നതും കണ്ടിട്ടില്ല. പുള്ളി മരണസമയത്ത് അവരുടെ വീട്ടിലും നമ്മൾ അതൊന്നും കണ്ടിട്ടില്ലടോ. ഇല്ലാത്ത കാര്യങ്ങളെ നമുക്ക് വെറുതെ പറയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ചില ആളുകൾ ഇപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് വിഡ്ഢിത്തരം അവർ പറയുന്നതിനകത്തും എനിക്ക് അങ്ങനെ മനസ്സിലായത്. രേണു തന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. വേറെ ഏതോ ഒരു പെൺകുട്ടി അവൾ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ അവൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അതായിരിക്കും അതിൻ്റെ ഒരു ശരി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണല്ലോ രേണു സുധിയുടെ കാര്യം. അപ്പം പല ആൾക്കാരും ആ ഒരു രേണു സുധി, ആ ഒരു രേണുസുധി തന്നെ പറയുന്നുണ്ട്, രേണുസുധി ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇന്നലെ വന്നവര് വരെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞിട്ട് രേണുസുധീനെ ഹാഷ്ടാഗ് ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ റീച്ച് ആകുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ശരിയാ മോളെ. ഇന്നലെ വന്നവർ വരെ ഈ ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ റീച്ച് ആവും, വൈറലാവും എന്നുള്ളൊരു സാധനം ഒരു തോട്ട് വെച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, സംസാരിക്കുന്നവരുണ്ട്. രേണുവിനെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ചീത്ത രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അതിലെ ഒരു വ്യക്തിയാണ് മോളെ നീയും. അത് നീ മറക്കരുത്. കാരണം നിന്റെ ഇൻസ്റ്റഗ്രാം ഞാൻ കണ്ടു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. നീയും ഈ അടുത്ത് വന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലേ? നമ്മളൊന്നും ഇൻസ്റ്റഗ്രാമിൽ അധികം അങ്ങനെ വലിയ ആക്റ്റീവ് അല്ല. എനിക്കറിയില്ല ഈ പെൺകുട്ടി യൂട്യൂബിലുണ്ടോ എന്ന്, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പെൺകുട്ടിയെ? ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 2000-3000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓക്കെ, ഈ പെൺകുട്ടി ഇത് പറയുന്നുണ്ട്, അവളും ഈ അടുത്ത് വന്ന ഒരാളാണ്, അവളും ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നത് റീച്ചിന് വേണ്ടി അല്ലാതെ വേറെ വല്ലത്തിനും വേണ്ടിയാണോ?
പൈസയ്ക്ക് വേണ്ടിയാണോ? ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് പറയത്തില്ലേ, അത്രേ ഉള്ളു മോളെ നീയും ചെയ്യുന്നത്. എല്ലാവരും രേണു ഉൾപ്പെടെ ഇറ്റ് ഫോർ റീച്ച്, വൈറൽ വീഡിയോ, ഇതത്രേ ഉള്ളൂ. പിടികിട്ടിയോ? ഇനി ബാക്കി കുട്ടി പറയുന്നത് നമുക്ക് കേൾക്കാം. വളരെ മാന്യതയോടുകൂടി കുട്ടി എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ മറ്റേ തെറി പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനൊന്നും പറയല്ലേ. ബാക്കി കേൾക്കാം. അപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ആക്ച്വലി നിങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു വ്യക്തിഹത്യാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനിപ്പോ ഒരാളുടെ പക്ഷം പിടിച്ച് പറയുന്ന ഒരു കാര്യമല്ല ഇത്. രേണുസുധിയുടെ പേഴ്സണൽ ലൈഫ് എനിക്കറിയില്ല, അല്ലെങ്കിൽ രേണുസുധി എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. രേണുസുധി ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. നമുക്ക് ഒരാളെ പറ്റി വീഡിയോ ചെയ്യാം. ഇപ്പൊ പല ആൾക്കാരും പല ഇൻഫ്ലുവൻസേഴ്സും വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്ത് വീഡിയോസാ? ഈ രേണുസുധി എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ ലൈഫിനെ എടുത്തിട്ട് അതൊരു കണ്ടന്റ് ആക്കി അവര് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് രേണുസുധിയുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പേര് രേണുസുധിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടുമായിരിക്കും. നിങ്ങളുടെ കമന്റ് ബോക്സ് നിറച്ച് കമന്റ്സും വരുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിഹത്യയാണ്. നിങ്ങൾക്ക് അവരെ വിമർശിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ രേണുസുധി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അവര് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോസിനെതിരെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം. എന്റെ പൊന്നു മോളെ കൂട്ടുകാരി, നമ്മളൊക്കെ അതേ ചെയ്യുന്നുള്ളൂ, ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ രേണുവിന്റെ അടുക്കളപ്പുറത്തൂടെ കയറി വീടിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് എന്താ ഇവിടുത്തെ പ്രശ്നം ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും, ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ കട്ടിലടി കയറി ഇരുന്ന് ഇവിടുത്തെ വഴക്കൊന്ന് കേൾക്കാം എന്നിട്ട് വീഡിയോ ചെയ്യാം. നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ലേ? രേണുസുധി അല്ലെങ്കിൽ കിച്ചു അവര് സോഷ്യൽ മീഡിയയിലൂടെ വന്നു പറയുന്ന കാര്യങ്ങൾ അത് മാത്രമേ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതിൽ പോലും അവരെ ആരെയും ഇന്ന് വരെ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടില്ല. ഓക്കെ, തെറിയൊന്നും വിളിച്ചിട്ടില്ല കൂട്ടുകാരി. മാന്യമായിട്ട് റിയാക്ട് ചെയ്ത് വിടുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം പറയുന്നു, ദാറ്റ്സ് ഓൾ. അല്ലാതെ അതിന് ശേഷം അവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അവരുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി മറ്റേ ബഗ് വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ മറ്റേ ഏതെങ്കിലും ഒരു ആപ്പ് കയറ്റിയിട്ട് അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുക, അതിൻ്റെ ആവശ്യമില്ല. പിടികിട്ടിയോ? അവരായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിലാണെങ്കിൽ പോലും ഞാൻ ചെയ്തിരിക്കുന്നത്, രേണു പറഞ്ഞിരിക്കുന്നതും ഈ കുട്ടി പറഞ്ഞിരിക്കുന്നതും, ഇനി വേറൊരു സാധനം വരുന്നുണ്ട്, ഒരു അടിപൊളി സാധനം വരുന്നുണ്ട്, ഒരു നാടകം കാണിച്ചു തരാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ആകാശത്ത് നിന്ന് മറ്റേ ഇങ്ങനെ ജപിച്ച് മറ്റേ ആ പരിപാടിയൊന്നും നമ്മളില്ലടേ, അതൊന്നും ഇല്ല. ഈ വീഡിയോ കാണുന്നവർക്കറിയാം, സ്ഥിരം നമ്മളെ കാണുന്ന ആളുകളായിരിക്കും അല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ കുട്ടിക്ക്. അല്ലാതെ എന്തൊക്കെയാ ഈ മോളെ, പുതിയതല്ലേ, കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടിക്കോളും. നമുക്ക് ബാക്കി കേൾക്കാം. അതായത് ആ വീഡിയോയിൽ അഭിനയിച്ചത് ശരിയല്ല, അല്ലെങ്കിൽ രേണു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, അല്ലെങ്കിൽ രേണു ഇട്ട ഡ്രസ് ശരിയല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്താണോ രേണു വന്ന് പറയുന്നത് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറിയിട്ട് അത് കണ്ടന്റ് ആക്കി റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം രേണുസുധി എന്നൊരു വ്യക്തിയെ പറ്റി മാത്രമല്ല, പല ഇപ്പം എന്താ പറയാ, പല ആൾക്കാരുണ്ട്. ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ജാഫർ, ഗബ്രി, അതുപോലെ തന്നെ കുറെ ആൾക്കാര്. എന്റെ പൊന്നു മോളെ, നിനക്ക് തീരെ ബോധമില്ലേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ ജാസ്മിനെ ഗബ്രിയൊക്കെ ഇവിടെ പിടിച്ചിടുന്ന കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, അവിടുത്തെ 2 കണ്ടസ്റ്റൻസ് അവർ ആ ഷോയിനകത്ത് കാണിച്ച പല പരിപാടികളും ജാസ്മിനെ പറ്റി അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിനെ വരെ അത് നല്ല രീതിയിൽ ബാധിച്ചു. അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കൂടിപ്പോയ 1 മാസം ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തീർന്നു. പിടികിട്ടിയോ? പിന്നെ ഇവിടെ ആരും അവരെ എടുത്ത് വറക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരിപ്പോഴും എനിക്ക് തോന്നുന്നു ഗബ്രി യൂട്യൂബ് ചാനലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജാസ്മിൻ ഇപ്പോഴും അവരുടെ ബ്യൂട്ടി വ്ളോഗ്സും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ആരും അങ്ങോട്ട് തലയിട്ട് കയറി ചെന്ന് അവളുടെ ബ്യൂട്ടി വ്ളോഗ്സിൽ കാണിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി പറയുന്ന കാര്യങ്ങളോ ചൊരണ്ടിയെടുത്ത് അല്ലെങ്കിൽ അവളുടെ വീടിന്റെ അടുക്കളപ്പുറത്തൂടെ ഞാൻ പറഞ്ഞ പോലെ കയറി ചെന്ന് ആരും ഒന്നും തിരക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? പിന്നെ മോള് വേറൊരു വലിയ മണ്ടത്തരോടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ രേണുസുധിയെയും ജാസ്മിനെയും ഗബ്രിയെയൊക്കെ തമ്മിൽ ഒന്ന് താരതമ്യം ഒരു കാരണവശാലും ചെയ്യേണ്ട കാര്യമില്ല.
രണ്ടുപേരും രണ്ട് എക്സ്ട്രീം ലെവലിലാണ് സോഷ്യൽ മീഡിയയിൽ അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും അവർ നേരിട്ടത് അവർ ആ ഷോയ്ക്കകത്ത് കാണിച്ച, നേരത്തെ പറഞ്ഞ പോലെ ഷോയ്ക്കകത്ത് കാണിച്ച പല പരിപാടികളും പല ആളുകൾക്കും ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ റിയാക്ട് ചെയ്തതാണ്. രേണുസുധിയുടെ കേസ് അത് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്. പിന്നെ രേണുസുധിയുടെ കാര്യം പറയുമ്പോൾ മോള് പറയുന്ന ഒരു കാര്യമുണ്ട്. രേണുസുധി അവരുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുമോ? അതേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ ചേച്ചി. ഓക്കെ, അതേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ മോളെ. അവരവരുടെ കുടുംബകാര്യം അവരായിട്ട് തന്നെ വന്ന് ഇപ്പതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആളുകളെടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, വലിയൊരു മണ്ടത്തരം കുട്ടി നീ പറഞ്ഞു. അവരുടെ ഡ്രസ്സിങ്, വസ്ത്രധാരണത്തെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയൂന്ന്. എന്ത് വിഡ്ഢിത്തരമാണ് മോളെ നിങ്ങൾ പറയുന്നത്? ഒരാളുടെ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്, എൻ്റെ പേഴ്സണൽ സ്പേസാണ് അവിടെ, സോഷ്യൽ മീഡിയയിലല്ല, എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനോട് മോളെ ഈ ഡ്രസ്സ് ശരിയല്ല കേട്ടോ, ഇത് വേണ്ട, അത് എൻ്റെ പേഴ്സണൽ സ്പേസിൽ മാത്രം വേണമെങ്കിൽ എനിക്കത് പറയാം. എനിക്കൊരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല, പറയാം. പക്ഷെ അത് സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഒരു കാരണവശാലും പറയേണ്ട കാര്യമില്ല. പിടികിട്ടിയോ? നീ പറയുന്നത് അവളുടെ വസ്ത്രധാരണത്തെ പറ്റി നിങ്ങൾ പറയൂ, അത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എന്തിന്? ഒരു കാരണവശാലും ഒരാൾക്കും മറ്റൊരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് മെയിൻ ഒരു കാര്യം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി കൂടെ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വേണമെങ്കിൽ നമുക്ക് ഒളിച്ചും മറച്ചും വേണമെങ്കിൽ ഇത്തിരിയൊക്കെ ഒന്ന് കയർക്കാടേ വേണമെങ്കിൽ അത്രേ ഞാൻ പറയുള്ളൂ. അതും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷെ പിന്നെ അത് വേണ്ട എന്ന് തോന്നിയ പരിപാടി നിർത്തി. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ പേഴ്സണൽ സ്പേസിൽ പോലും നമ്മൾ ആ മറ്റൊരാളുടെ ഇഷ്ടത്തെ അങ്ങോട്ട് വേണ്ട. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും, പക്ഷെ മെല്ലെ നമ്മളതൊക്കെ അങ്ങ് വിടും. പിടികിട്ടിയോ? നീ അതുപോലും ചെയ്യാനാണ് നാട്ടുകാരോട് പറയുന്നത്. നിങ്ങൾ അങ്ങനെ രേണു ഇടുന്ന വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് പരാമർശം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയാൽ പറ, അവരുടെ ഡ്രസ്സിനെ പറ്റി പറ. എന്തോ മോളെ ഈ പറയുന്നത്, എന്തോ പറയുന്നതെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറ കേട്ടോ. ഈ കുട്ടിയുടെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം, കുട്ടിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി വേറൊരു വീഡിയോ ഉണ്ട്. എടാ എന്തൊക്കെ കാണണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓരോരുത്തന്മാരുടെ കോപ്രായം നിങ്ങൾക്കറിയായിരിക്കും. ഞാനിവിടെ കാണിക്കാൻ പോകുന്നവനെ അഭിലാഷ് എന്ന് പറയുന്ന ഒരുത്തൻ. എന്ത് ഷോ ആണ് ഇതൊക്കെ? നാട്ടുകാരുടെ വായിന്ന് സ്ഥിരം തെറിയേക്കുന്ന ഒരുത്തൻ, അങ്ങനെ പറയാനുള്ളൂ. കണ്ട പ്രായമുള്ള കുറെ ചേച്ചിമാരെ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെയാ ഇവൻ കാണിക്കുന്നത്? അതൊന്നും പോരാണ്ടത് അടുത്ത ഷോ. അയ്യോ രേണു ചേച്ചി, അയ്യോ രേണു ചേച്ചി, എന്റെ പാവൻ രേണു ചേച്ചി. ഒന്ന് കണ്ടേ നിങ്ങള്. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നാ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുധിനെ കാണുന്നത്. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. നീ കൂടപ്പുറപ്പിനെ പോലെ തന്നെ കാണൂടാ. അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നേണ്ട കാര്യമില്ല. ആർക്കും ഒരു പുതുമയും തോന്നത്തില്ല. നീ കൂടപ്പുറപ്പിന്റെ നിന്റെ സ്വന്തം കൂടപ്പുറപ്പാന്ന് വേണമെങ്കിൽ നീ പറഞ്ഞു. കാരണം രണ്ടും ഏതാണ്ടൊക്കെ ഒരേപോലെ. ചേച്ചി അപ്പുറത്ത് വേറെ പല പരിപാടികൾ, അനിയൻ ഇപ്പുറത്ത് വേറെ പല ചേച്ചിമാരെയും വിളിച്ചിരുത്തി എന്തുവാണോ അഭിനയമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്ത് അഭിനയമാടി? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞ ദിവസം ഒരെണ്ണം കണ്ടു, ഒരു ലിപ് ലോക്ക് ഒരു പരിപാടിയൊക്കെ, ഒരുമാതിരി ചുണ്ടലി മറ്റാ ചെല്ലുന്ന കണക്കും. എന്തുവാ ഇതിനെയൊക്കെ പറയണ്ടേ? ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടു, ഈ റിയാക്ഷൻ ചാനലുകൾ നിർത്തണം, മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുന്നത് നിർത്തണം. അതൊന്നും അല്ല ഇവിടെ നിർത്തേണ്ടത്. ഇതുപോലുള്ള കോപ്രായങ്ങളാണ് നിർത്തേണ്ടത്. ഇതുപോലുള്ള കോപ്രായങ്ങൾ. ഇതെന്തോ ഇതിനെയൊക്കെ കണ്ടിട്ട് എങ്ങനെ നമ്മൾ വിമർശിക്കാതിരിക്കും? നിങ്ങൾ പറ. രേണു അപ്പുറം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല സങ്കടത്തിലായിരിക്കും അവര്. പക്ഷെ അവരുടെ സങ്കടത്തെ നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ അതിനകത്തെ മറ്റേ ചുരണ്ടി ചെന്ന് അതിനകത്തെ കള്ളങ്ങൾ പൊളിച്ചടിക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ കരയുക, സെന്റി കാണിച്ചുകൊണ്ടിരിക്കുക. എന്നാ മനസ്സുകൊണ്ട് അവൻ കരയുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ പറയണേ. ബാക്കിയൊന്ന് കണ്ടു. ഇവർക്ക് നമ്മയും മമ്മമാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറയാൻ? ഇല്ലേ? എന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? രേണുസുധിയെ വിറ്റിവിടെ എന്തോരം ബ്ലോഗർമാർ, എന്തൊരു ചാലുകാർ വിൽക്കേണ്ടത്. ഇപ്പൊ പിന്നെ നീ എന്തോ വിൽക്കുവല്ലേ? പുഴുങ്ങി തിന്നുവാണോ നീ? അല്ല, പുഴുങ്ങി തിന്നുവാണോ നീ രേണുസുധിയെ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അഭിലാഷ് അട്ടയോ
നീ എന്താ പുഴുകി തിന്നു അവരെ? നീ മറ്റേ കരച്ചിൽ കഴിച്ച് വിൽക്കുമല്ലേടാ പൊന്നു മോനെ? അല്ലേ? അതല്ലേ നീ ചെയ്യുന്നത്? ബാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ ആ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നറിയാം. ആ കുട്ടിക്ക് ഒരു പിണക്കുമില്ല അവരോടൊന്നും, റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയില. എന്നിട്ട് അതിനെ കമന്റ് ഇട്ട് കൊല്ലുക. സപ്പോർട്ട് ചെയ്ത് എന്നെ ആരോട് പറയും? അതാണ് മെയിൻ പോയിന്റ്. സപ്പോർട്ട് ചെയ്ത എന്നെ തെറിയിട്ടങ്ങ് കൊല്ലുക. ഓ എടാ പോടാ വിവരക്കേടാ. വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. നല്ല പ്രായമുണ്ട്. ഭാര്യയും കൊച്ചിനെയൊക്കെ ഇട്ടിട്ട് കണ്ട ചേച്ചിമാരുടെ തൊലിഞ്ഞ് നടന്നിട്ട് അവൻ കഥ പറയാൻ വരുന്നു. അവന് സങ്കടം ഉണ്ടെന്ന് റിക്കമെന്റ് കാണുമ്പോൾ. എടാ നീ ആദ്യമേ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് നീ ആദ്യമേ കാണും നിന്റെ കമന്റ് ബോക്സിൽ. അത് നീ ആദ്യമേ കാണും. എന്നിട്ട് നീ രേണുച്ചുതിയുടെ കമന്റ് ബോക്സ് നോക്കാൻ പോകും. ഇതുപോലുള്ള കുറെ ഐറ്റങ്ങൾ. അത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറയാനുള്ള താഴെ പറ. ഓക്കെ, താഴെ പറ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.